ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും എപ്പോഴും ചെയ്യുന്ന പോലെ ആ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങളുടേതായ കംഫർട്ടിന് ചെയ്യാം. ഞാൻ ലിങ്ക് കീസും എടുക്കുന്നുണ്ട്, നമുക്ക് ചിലപ്പോൾ ആവശ്യം വന്നേക്കാം ലിങ്ക് കീസ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ VPN കണക്ട് ചെയ്യാം. VPN കണക്ട് ആയിട്ടുണ്ട്. നമുക്ക് Nmap സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് Nmap ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പേ നമ്മുടെ മിഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഇതിനകത്ത് ഒരു സിംഗിൾ ഫ്ലാഗേ ഉണ്ടാവുള്ളൂ, രണ്ട് ഫ്ലാഗ് ഇല്ല. അതായത് യൂസർ ഫ്ലാഗും എന്ന് പറഞ്ഞിട്ട് രണ്ട് ഫ്ലാഗ് ഇല്ല, സിംഗിൾ ഫ്ലാഗ് ആണ് തോന്നുന്നുണ്ട്. നോക്കാം. ഓക്കെ, നമുക്ക് IP കിട്ടിയിട്ടുണ്ട്. ആദ്യം പ്രോപ്പർലി IP-യിലേക്ക് കണക്ഷൻ ഉണ്ടോ നോക്കാം. പിങ് ചെയ്തിട്ട് ഓക്കെ, പിങ് ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് Nmap-ഉം കൂടി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിവിടെ രണ്ട് പോർട്ടാണ് കാണിച്ചിട്ടുള്ളത്. Nmap-ൽ വേറെ റിസൾട്ട് വരുന്നുണ്ടോ?
ഓക്കെ, ഈ 2 പോർട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. NMAP കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ടുള്ള കുറച്ച് എന്താ പറയാ പോർട്സ് ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ട്. അതായത് SSH ആണ്, സർവീസ് വേർഷൻ എടുത്തുകൊണ്ട് SSH ആണ് മനസ്സിലായിട്ടുണ്ട്. ഈ 802.02 എന്ന് പറയുന്നത് SSH ആണ്. 2222 എന്നുള്ളത് ഒരു അൺനോൺ സർവീസ് ആണ്, എന്താണെന്ന് അറിയില്ല, നോക്കാൻ പറ്റും. നമുക്കിതിൽ വേറെ ഏതെങ്കിലും പോർട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് ഫുൾ പോർട്ട് സ്കാൻ ചെയ്ത് നോക്കാം. ഞാൻ ത്രെഡ് കൂട്ടി കൊടുക്കണം, അത് കുറച്ചും കൂടി സ്പീഡ് ആവാൻ വേണ്ടിയിട്ട്, നമ്മളെ സ്കാനിങ് പ്രോസസ്സ് കുറച്ചും കൂടി സ്പീഡ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ സർവീസ് വേർഷൻ ഒഴിവാക്കുകയാണ്. ഇത് നമ്മൾ പോർട്ട് മാത്രം പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഈ ഒരു മിഷനിൽ 80 പോർട്ട് ഉണ്ട്, പക്ഷെ നമുക്ക് ആ റിസൾട്ടിൽ കാണിച്ചിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, നോക്കാം. നമുക്ക് ഫുൾ പോർട്ട് സ്കാനിൽ നോക്കാം. ചിലപ്പോൾ ഇതിനകത്ത് സർവീസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഡീഫോൾട്ട് പേജാണ് അപ്പാച്ചേരെ. ഫുൾ പോർട്ട് സ്കാനിൽ നമുക്ക് നോക്കാം വല്ല റിസൾട്ട് വരുന്നുണ്ടോ.
ഓക്കെ, ഇത് എന്തായാലും കുറച്ച് ടൈം എടുക്കുന്നു. നമുക്ക് എന്തായാലും 80 പോർട്ട് ഉണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്. ജസ്റ്റ് IP ബ്രൗസ് ചെയ്യുന്ന സമയത്ത് 80 പോർട്ട് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമുക്കൊന്ന് അതിനെ കുറച്ച് എനുമറേറ്റ് ചെയ്തോ. ഈ DIA സെർച്ചും ഗോബസ്റ്റർ പോലത്തെ ഒരു ടൂളാണ്. പക്ഷെ DIA സെർച്ചിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ വേർഡ് ലിസ്റ്റ് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. common.tsc പറഞ്ഞിട്ട് ഒരു വേർഡ് ലിസ്റ്റ് ഉണ്ട്. അത് ബൈ ഡീഫോൾട്ട് യൂസ് ചെയ്യും. നമുക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാവുന്നതാണ്. നമുക്ക് ഡയറക്ടറീസ് ഒക്കെ കിട്ടും. എന്താ പറയാ, ഗോബസ്റ്റർ യൂസ് ചെയ്ത് ചെയ്യുന്ന സെയിം പരിപാടി തന്നെയാണ്. ഓക്കെ, ഇതിൽ 403 ഒക്കെ കാണിക്കുന്നു. നമുക്ക് അതൊന്ന് എക്സ്പെൽ ചെയ്യാം. സെറ്റ്സ് ഇനിയിപ്പോ 403 വരുന്ന റിസൾട്ട് ഒന്നും കാണിക്കൂല. നമുക്ക് 403 ആവശ്യമില്ല. നമുക്ക് 200 മാത്രമേ ആവശ്യമുള്ളൂ. ഓക്കെ, ഇവിടെ 200 കുറച്ച് കാണിക്കുന്നുണ്ട്. നമുക്ക് index.php എന്ന് പറയുന്നത് ഈ ഒരു പേജ് തന്നെ ആയിരിക്കും എപ്പോഴും. നോർമലി നമ്മൾ index.php പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വരാറില്ല. ഓ സോറി, അതല്ല കേട്ടോ, വേറെ പേജാണ് വരുന്നത്. index.html ആയിരിക്കും ആ സെയിം പേജ് വരുന്നത്. index. index.html ആണ് ആ ഒരു പേജ് വരുന്നത്. index.php ഉണ്ട്. ഓക്കെ, നമുക്ക് ആ index.php ഇത് മാത്രം നോക്കിയാൽ മതി. ബാക്കിയൊക്കെ കോമൺ പേജസ് ആണ്. index.php. ഓക്കെ, ഇത് കണ്ടിട്ട് നമ്മൾ LS-L ഇപ്പോ ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ LS-L അടിക്കുമ്പോൾ വരുന്ന ആ ഒരു റിസൾട്ട് പോലെയാണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോ
ഓക്കെ, എനിക്ക് തോന്നിയത് നമ്മുടെ ഡയറക്ടറി ലിസ്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. നമ്മൾക്ക് ഇവിടെ കിട്ടിയ റിസൾട്ട്, അതായത് ESSൽ കിട്ടിയ റിസൾട്ട് തന്നെയാണ് ഇവിടെ ഉള്ളത്, ആ 3 ഫയൽസ്. സോ നമുക്ക് നോക്കാം, ഒന്ന് പേജ് സോഴ്സ് എടുത്ത് നോക്കാം വല്ലതും കിട്ടുന്നുണ്ടോ. ഓക്കെ, വേറെ ഒന്നുമില്ല. ഓക്കെ, ഇവിടെ ഒരു ക്ലൂ കൊടുത്തിട്ട് വേർ ഈസ് ദ പാത്ത്, പാത്ത് എവിടെ എന്നുള്ള രീതിക്കാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു ഫയലിന് ശേഷം ക്വസ്റ്റ്യൻ ചിഹ്നം ഇട്ടിട്ട്, അതായത് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് എന്താണോ ഇപ്പൊ ഏതെങ്കിലും ഒരു പാരാമീറ്റർ ഉണ്ടാവും, ഫോർ എക്സാമ്പിൾ ഒരു വാല്യൂ അതെന്തായാലും കൊടുക്കാണ്. ഇപ്പൊ നെയിം ഈക്വൽ ടു ശരത്ത്, അപ്പൊ അങ്ങനെ കൊടുക്കാൻ പറ്റും നമുക്ക് URL-നകത്ത്. അപ്പോ അഡ്മിന് കൊടുക്കാൻ പറ്റൂല അവിടെ, ഏതാ അഡ്മിന് ഇവിടെ എന്ത് വേണം കൊടുക്കാം, നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അപ്പോ നമുക്ക് കറക്റ്റ് ഇവിടെ അതായത് ഒരു പേജിന് ഇന്ന ഫയൽസ് മാത്രം അഡ്മിൻ മാത്രമേ വന്നോളൂ അങ്ങനെയൊന്നുമില്ല. നമുക്ക് അവിടെ എന്ത് വേണം കൊടുക്കാം. അത് ഒരു ഡെവലപ്പറുടെ റൈറ്റ് ആണ്. ഡെവലപ്പർ എങ്ങനെയാണോ ആ പേജ് ഡെവലപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് അതിനനുസരിച്ചിട്ട് മാറും. ഇപ്പൊ ഞാനാണ് ഈ ഒരു വെബ്സൈറ്റ് ഡെവലപ്പർ എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് വേണം കൊടുക്കാം, അഡ്മിന് വരെ എന്ത് വേണം കൊടുക്കാം. സോ അഡ്മിൻ തന്നെ വേണമെന്നില്ല. സോ നമുക്ക് അതെന്താണെന്ന് ഫൈൻഡ് ചെയ്യാം. ആ ഒരു എന്താ പറയാ, ആ ഒരു പാരാമീറ്റർ എന്താണോ അത് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ നോക്കാം. അതിന് WFS എന്ന് പറഞ്ഞിട്ട് ഒരു ടൂൾ ഉണ്ട്, WFS -U. അതായത് നമ്മുടെ ഡയറക്ടറി സ്കാൻ ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു പാരാമീറ്റർ ഓട്ടോമാറ്റിക്കലി ഫൈൻഡ് ചെയ്യും. ഇവിടെയാണ് നമുക്ക് ബ്രൂട്ട് ഫോഴ്സ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ വേർഡ് ലിസ്റ്റിലെ കണ്ടന്റ് ഇവിടെയാണ് വരേണ്ടത്. അപ്പൊ അവിടെ ക്യാപിറ്റൽ ഫസ്റ്റ് കൊടുക്കുക, ഈക്വൽ ടു, ഞാൻ ജസ്റ്റ് പോകാമായി നോക്കുന്നത്. ഇവിടെ -W. ഇപ്പൊ ഇത് കണ്ടിട്ട് കമാൻഡാണ് നമുക്ക് ഇവിടെ എക്സിക്യൂട്ട് ആവുന്നത്, LS-LA എന്നുള്ള കമാൻഡാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു ഇത് കൊടുത്തത്, എന്താ പറയാ, ഒരു പൂവാമൈ എന്നുള്ള ലിനക്സിലുള്ള കമാൻഡ് കൊടുത്തത്. നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്ന സെറ്റ് ലിസ്റ്റിലത്തെ കണ്ടന്റ് ആണ്. ലിസ്റ്റിനകത്ത് ഡിസ്കവറിക്കകത്ത് വെബ് കണ്ടന്റ് പറഞ്ഞിട്ടൊരു വേർഡ് ലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് വെബ് പാരാമീറ്റർ പറഞ്ഞിട്ടൊരു ഓക്കെ, അവിടുത്തെ പെർമിഷൻ ഡിനൈഡ് ആണ് കാണിക്കുന്നത്. നമുക്ക് ചൂട് വെച്ച് ട്രൈ ചെയ്യാം. പാരാമീറ്റർ നെയിം .txt എന്നാണ് നമ്മുടെ ആ ഒരു ഫയലിന്റെ പേര്, ആ ഒരു എന്താ പറയാ, ഒരു വേർഡ് ലിസ്റ്റിന്റെ പേര്. ഇത് ആ ഒരു എറർ മെസ്സേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്.
നമുക്ക് വെയിറ്റ് ചെയ്തോ. ഓക്കെ, ഇവിടെ ഒരു പാത്ത് എന്നുള്ള വേരിയബിൾ വന്നിട്ടുണ്ട്. നമുക്ക് ആ പാത്ത് എന്നുള്ള വേരിയബിൾ തന്നെ ഇവിടെ യൂസ് ചെയ്ത് നോക്കാം. പാത്ത് ഈക്വൽ ടു വാമി. ഓക്കെ, ഇവിടെ ഒന്നും വന്നിട്ടില്ല. ഓക്കെ, ഇവിടെ വരുന്നില്ല. നോർമലി LS അവിടെ വന്നിട്ടുണ്ടാവും. സോ സെമിക്കോളൻ ഇട്ട് അത് ബ്രേക്ക് ചെയ്യാം, എന്നിട്ട് വാമി കൊടുക്കാം. ഓക്കെ, നമ്മുടെ ആ ഒരു റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ട്, WW ഡാറ്റ. നമ്മൾ ഇവിടെ എന്താണോ കമാൻഡ് കൊടുക്കുന്നത് ആ കമാൻഡ് ഇവിടെ വർക്കാവും. ഓക്കെ, നമുക്ക് വേറെ ഏതെങ്കിലും കമാൻഡ് ഒന്ന് try ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ID ഇവിടെ വന്നിട്ടുണ്ട്. ID എന്നുള്ള കമാൻഡ് ഇവിടെ വർക്ക് ആയിട്ടുണ്ട്. സോ കമാൻഡ് ഇഞ്ചക്ഷൻ എന്നാണ് ഈ ഒരു അറ്റാക്കിന്റെ പേര്. കമാൻഡ് ഇഞ്ചക്ഷൻ നമുക്ക് ഇവിടെ വർക്ക് ആവുന്നുണ്ട്. നമ്മൾ ആ ഒരു പാരാമീറ്റർ കണ്ടുപിടിച്ചു, അങ്ങനെ കമാൻഡ് ഇഞ്ചക്ഷൻ ഇവിടെ വർക്ക് ആവുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഓക്കെ, പാത്ത് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് ആ ഒരു ഡീറ്റെയിൽ കിട്ടി. ഇവിടെ കമാൻഡ് ഇഞ്ചക്ഷൻ നടക്കുന്നത്, അതായത് നമുക്ക് കമാൻഡ് ഇഞ്ചക്ഷൻ ത്രൂ, അതായത് നമുക്ക് ഇവിടുന്ന് കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഒരു സിസ്റ്റത്തിനകത്ത്. അതായത് കണ്ടെയ്ൻ മീ എന്ന് പറയുന്ന ആ ഒരു മെഷീനകത്ത് നമുക്ക് കമാൻഡ്സ് റിമോട്ട്ലി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിനെയാണ് RCE അല്ലെങ്കിൽ റിമോട്ട് കോഡ് എക്സിക്യൂഷൻ എന്ന് പറയാം. ഇതൊരു ICVIT ഉള്ള ഒരു vulnerability ആണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ നമുക്ക് ഒരു പേരോട് അവിടെ എത്തിക്കണം. നമ്മൾ നോർമലി PHP പെൻടെസ്റ്റ് മങ്കി ആണ് യൂസ് ചെയ്യാറ്. അത് വെബ് കണ്ടന്റ് ആയതുകൊണ്ട് നമുക്ക് വെബ് എന്നത് കോൾ ചെയ്യാൻ പറ്റും. സോ നമുക്ക് നോക്കാം PHP പെൻടെസ്റ്റ് മങ്കി തന്നെ അവിടെ എത്തിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. ഞാൻ ഇവിടെ PW ഏതാണ് പാത്ത് നോക്കാം. ഓക്കെ, HTML തന്നെയാണ്, WW ഡാറ്റ HTML-നകത്ത് തന്നെയാണ് ഉള്ളത്. സോ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കണവയിലേക്ക് തന്നെ പോവാണ്. ഇവിടെ നമ്മുടെ ലിങ്ക് പീസ് ഉണ്ട്. നമുക്ക് ആ ഒരു പെൻടെസ്റ്റ് മങ്കിയുടെ ആ ഒരു എന്താ പറയാ ആ വെബ് ഷെല്ലും കൂടി ഒന്ന് എടുത്തു. ഓക്കെ, ഇതിനകത്ത് നമുക്ക് നമ്മുടെ ആ ഒരു ഡീറ്റെയിൽസ് ഒന്ന് എഡിറ്റ് ചെയ്യാം. അതിന് മുമ്പ് നമ്മുടെ IP ആദ്യം നോക്കാം. വൺ 122 ആണ് ഇവിടെ കൊടുത്തിട്ടുള്ള പോർട്ട് നമ്പർ. ഓക്കെ, നമുക്ക് അത് തന്നെ കൊടുക്കാം. സേവ് ചെയ്യാം. ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിനെ റീനെയിം ചെയ്യാണ്. ഞാൻ ഡിലീറ്റ് ചെയ്താണ് പോകുന്നത്. ഓക്കെ, നമ്മൾ ഷെല്ല് പറഞ്ഞിട്ട് അത് റീനെയിം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ കാളീനെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു
പൈത്തൺ സെർവറായിട്ട് മാറ്റാം. ls നോക്കിക്കഴിഞ്ഞാൽ ഷെൽ ഡോട്ട് PHP ഇവിടെ ഉണ്ട്. പൈത്തൺ -m/http ഡോട്ട് സെർവർ ആക്കി മാറ്റി. എന്നിട്ട് നമ്മുടെ IP ഞാൻ ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫയൽ. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ഫയലിനെ ഇവിടുന്ന് കോൾ ചെയ്യിപ്പിക്കാണ്. അതായത് ഇവിടെ സേവ് ചെയ്യുന്ന പോലെ നമുക്ക് കോൾ ചെയ്യിപ്പിക്കാം. അതിന് വേണ്ടിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് നമ്മുടെ ആ ഒരു എന്താ പറയാ ആ ഒരു ഫയലിന്റെ നെയിം കൊടുത്തു നോക്കാം. ഓക്കെ, ഓക്കെ 200 ഓക്കെ ആയിട്ടുണ്ട്. അതായത് നമുക്ക് ഇവിടെ ലോഗ് നോക്കി കഴിഞ്ഞാൽ അത് വന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഷെൽ ഡോട്ട് PHP ഇവിടുന്ന് വിളിച്ചിട്ടുണ്ട്. IP അഡ്രസ് ഇവിടെ കാണാൻ പറ്റും. സോ നമുക്കൊന്ന് ഇതൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, LS ചെയ്യുമ്പോഴും അവിടെ സംഭവം വന്നിട്ടില്ല. ഓക്കെ, നമുക്കിവിടെ റീഡ് മാത്രമേ പെർമിഷൻ ഉള്ളൂ. റീഡ് ചെയ്യാൻ മാത്രമേ പെർമിഷൻ മാത്രമേ ഉള്ളൂ തോന്നുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ആ ഒരു റിവേഴ്സലിൽ വെച്ചിട്ട്, അതായത് PHP റിവേഴ്സലിൽ വെച്ചിട്ട് നമുക്ക് അവിടെ വർക്കാവും. നമുക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഒരു ലൊക്കേഷനിൽ ഇട്ടിട്ട് മാത്രമേ ആ ഒരു ഷെല്ലിനെ നമ്മൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ ഷെല്ല് എടുക്കാൻ പറ്റുള്ളൂ. സോ നമുക്ക് പൈത്തൺ വെച്ചിട്ട് ചെയ്യാൻ പറ്റും നോക്കാം. ഓക്കെ, പൈത്തൺ ആ സിസ്റ്റത്തിൽ ഇല്ല. പൈത്തൺ 3 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, പൈത്തൺ 3 ഉണ്ട്. സോ നമുക്ക് പൈത്തൺ 3 യൂസ് ചെയ്തിട്ട് റിവേഴ്സൽ എടുക്കാൻ പറ്റുമോ? നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ ആ reversal.com ഇതിനകത്ത് നമുക്ക് ആ ഒരു റിവേഴ്സൽ എടുക്കാം. ഓക്കെ, ഈ ഒരു ഷെല്ല് നമുക്ക് എടുക്കാം. നമുക്ക് ഡയറക്ടറിക്കകത്തൊരു പുതിയൊരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാം. shell.sh എന്ന് പറഞ്ഞിട്ട് നമുക്ക് സേവ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, അത് കുഴപ്പമില്ല. നമുക്ക് shell.sh എന്ന് പറഞ്ഞ് കൊടുക്കാം. എന്നിട്ട് അതിനകത്ത് നമ്മുടെ ഈ റിവേഴ്സലിൽ പേസ്റ്റ് ചെയ്യാം. അതിന് മുമ്പേ ചെയ്യേണ്ട കുറച്ച് കാര്യം എന്താ വെച്ചാൽ നമ്മുടെ IP ഇവിടെ ഒന്ന് മാറ്റി കൊടുക്കാം.